ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പന്തളത്തുള്ള ആരോഗ്യ നികേതനം പാർക്കിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഫ്രണ്ട് വശം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അകത്തോട്ട് കയറുന്നതിന് ഒരാൾക്ക് വെച്ച് നമ്മൾ 20 രൂപയാണ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം അകത്തേക്ക് കയറിയേ. നമ്മൾ 5 പേരായിരുന്നു. അങ്ങനെ നമ്മൾ 100 രൂപ കൊടുത്ത് അകത്തേക്ക് കയറിയേ. കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു പുസ്തകമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കുക എന്താ എഴുതിയേക്കുന്നതെന്ന്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറേ ചെടികളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇത് മാംഗോസ്റ്റീനാണ്. ഇത് റോസാപ്പിളാണ്. മാംഗോസ്റ്റീൻ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, പക്ഷെ റോസാപ്പിൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതവിടെ ഒരു ട്രഡീഷണൽ ലുക്കിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾ അവിടെ എല്ലാം ഫോട്ടോ എടുത്തിരുന്നു. പിന്നെ മനുഷ്യരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ ശരിക്കുള്ള മനുഷ്യരാണ്. ഇതാണ് പുതിയപുര. ഇതെല്ലാം ഒരു ട്രഡീഷണൽ ലുക്കിലാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. ഇതൊരു കടയാണ്, പക്ഷേ ഇത് ശരിക്കുള്ള കടയല്ല കേട്ടോ. ശരിക്കുള്ള കട പോലെ തന്നെ ഇരിക്കും. പണ്ടത്തെ മുറുക്കാൻ കട പോലെയാണ് ഇരിക്കുന്നത്. മുട്ടയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കാനുണ്ടായിരുന്നേ. ഇതൊക്കെ പണ്ടത്തെ ഒരു മോഡൽ ഇതിലാണ് ഇവിടെ റീക്രിയേഷനാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വന്ന് നിൽക്കാം എന്നുള്ളൊരു രീതിയിലും നമുക്ക് വരാവുന്നതാണ്. കാരണം റിസോർട്ടൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ നമുക്ക് വന്ന് താമസിച്ച് ഇപ്പോൾ ഇന്ന് വന്നിട്ട് നാളെ പോവാം എന്നുള്ളൊരു രീതിയിലും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇത് നമ്മൾ വീഡിയോ കൂടെ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. കുറേ സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ അവർ പണ്ടത്തെ സാധനങ്ങൾ തന്നെ റീക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കുറേ മനുഷ്യരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആഹാരവും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി റിസോർട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. ഇതാണ് ഗസ്റ്റ് റൂം വന്നിട്ട്. പിന്നെ സപ്പോട്ട അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറാണ് കേട്ടോ.
ഈ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതെല്ലാം ഇഷ്ടപ്പെടും. ഇത് അവിടെ ചെന്നപ്പോൾ വലിയൊരു ചെസ് ബോർഡ് ഇരിക്കുന്നു, കുറേ ഇതും. ഞങ്ങളവിടെ വെച്ച് ഞാൻ ചെസ്സൊക്കെ കളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ചെസ്സൊന്നും കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കളിച്ചത്. ഇതാണ് ഗസ്റ്റ് റൂം വന്നിട്ട് കേട്ടോ. കുറേ റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാർക്ക് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി അങ്ങോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ തുടങ്ങിയ ഒരു ഇതിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ തുണിയൊക്കെ തയ്ക്കുന്ന പണ്ടത്തെ ആൾക്കാരാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടണേ. അതേപോലെ തന്നെ വിറക് കീറുന്നതും, പണ്ടത്തെ ആൾക്കാർ വിറക് കീറുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഈ ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഇതേ അമ്മച്ചി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇതെന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഈ പണ്ടത്തെ സാധനങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇവിടെയൊക്കെ ഇപ്പം ശരിയായി വരുന്നതേ ഉള്ളൂ. ഇത് അവിടെ വലിയൊരു അരക്കല്ല് പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതെന്തോന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അരക്കല്ലായിരിക്കും. വലിയൊരു അരകല്ല് പോലുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയാത്തത് കൊണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം ശരിയായി വരുന്നേ ഉള്ളൂ. ഇൻ്റർലോക്കൊന്നും ഇട്ടിട്ടില്ല ഇവിടെ. അവിടെ ഒരു അമ്മച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ ഒക്കെ കണ്ടിട്ട് ഇനി നേരെ ഇതിൻ്റെ തന്നെ അപ്പുറത്ത് കുറച്ച് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണേ. അപ്പം നിങ്ങൾക്കൊക്കെ വന്ന് നല്ലോണം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇത് അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഒക്കെ വന്ന് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം.
ഇത് പല മോഡൽ ടി വിസ് ഉണ്ട്. ഫോണും ടി വിയും ഒക്കെ ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു സോഷ്യൽ പരമായിട്ടാണ് അത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി എനിക്ക്. പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് അവിടെ ഒരു ബേക്കറി കണ്ടത്. ഇത് ഇവിടെയൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ബേക്കറി കണ്ടത്. എല്ലാം നല്ല കേക്കും ഒക്കെ കണ്ടില്ല, ഒറിജിനൽ പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല. ഞാനിവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന പക്ഷേ എല്ലാം ഒന്നുമേ ഒറിജിനൽ അല്ല ഇവിടെ. ഇവിടെ കയറാൻ നമുക്ക് പറ്റും. ഒരു ട്രഡീഷണൽ ലുക്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇവിടെ റെഡിയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ നല്ലൊരു സ്പോട്ടാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും നീങ്ങി. ഊഞ്ഞാലും കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാനാണേലും ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേരെ കൊണ്ട് വരാൻ ഇത് നല്ലൊരു സ്പോട്ടാണ്. എന്തായാലും നിങ്ങൾ വരണം. ഇതെന്തോന്നൊന്നും അറിയത്തില്ല. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇവിടൊക്കെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെട്ടിരിക്കും. പണ്ടൊക്കെ അരി അരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി അരയ്ക്കുന്നതും ഇതെല്ലാം ഞങ്ങൾ എടുത്ത് നോക്കി. പിന്നെ ഈ അരിക്കൊത്ത് കല്യാണത്തിനൊക്കെ എടുക്കുന്ന സംഭവം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇച്ചിരി നേരം അതിനകത്ത് ചമ്മന്തിയൊക്കെ അരച്ചു. പിന്നെ നല്ല ക്യൂട്ട് കോഴി ആടും ഒരുമിച്ച് നിൽപ്പുണ്ടായിരുന്നു അവിടെ. ഈ ഫോണിൽ കാണുമ്പോൾ അത്ര രസം കാണത്തില്ല. നേരിട്ട് നിങ്ങൾ എന്തായാലും വന്ന് കാണാം കേട്ടോ.
പിന്നെ അവിടെ ഒരു വലിയ ആന നിൽപ്പുണ്ടായിരുന്നേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ തോന്നും. കാരണം ശരിക്കുള്ള മനുഷ്യരേതാ, പ്രതിമ മനുഷ്യരേതാന്ന് നമുക്ക് തിരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞങ്ങൾ ആനയുടെ അടുത്തോട്ട് പോയി കേട്ടോ. പിന്നെ ആനയുടെ കൂടെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് കുറേ ബുക്ക് അടുക്കി വെച്ചിട്ട് വായിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വായിച്ചൊന്നുമില്ല. ചിലതൊന്നും ബുക്കല്ല ഇതിനകത്ത് ഇരിക്കുന്നത്, ചുമ്മാ പടം മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു അവിടുത്തെ വെള്ളച്ചാട്ടം. നല്ല ബ്ലൂ കളർ വെള്ളം. പിന്നെ അവിടെ ഒരു ട്രീ ഹൗസും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് പോയിട്ട് ഇച്ചിരി ധൃതിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തൊന്നും വലിഞ്ഞ് കയറിയില്ല കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു കിളിക്കൂട് കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.